യുവാവിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോൺ പിടിച്ചുവാങ്ങുകയും സ്വകാര്യ ഫോട്ടോ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്ത കേസിൽ പ്രതികളെ തിരൂർ പോലീസ് പിടികൂടി. അറസ്റ്റിലായ പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ മാസം 10-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. യുവാവിനെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി മൊബൈൽ ഫോണും ലോക്ക് നമ്പറും കൈക്കലാക്കിയ ശേഷം ഫോണിലുണ്ടായിരുന്ന സ്വകാര്യ ചിത്രങ്ങൾ സമൂഹമാധ്യമത്തിലൂടെ പ്രചരിപ്പിച്ച കേസിലാണ് തിരൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതികൾ പിടിയിലായത്. പരിയാപുരം കോർമൻ കടപ്പുരം ആൽബസാറിൽ മൂസാന്റെ പുരക്കിൽ 32 വയസ്സുള്ള സാദിഖിനെ തിരൂരിലെ ലോഡ്ജിൽ നിന്നും, കേപുരം പട്ടരുപറമ്പ് പാലേരി വീട്ടിൽ 32 വയസ്സുള്ള ഫാസിലിനെ കേപുരത്തെ വീട്ടിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. സാദിഖിനെതിരെ താനൂർ, പരപ്പനങ്ങാടി, തേഞ്ഞിപ്പലം പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ആലത്തിയൂരിലെ ക്ലബ്ബിലിരിക്കുകയായിരുന്ന യുവാവിനോട് സുഹൃത്തിനെ കാണിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട പ്രതികൾ ഫോൺ വിളിച്ച് ബന്ധപ്പെടാൻ കഴിയാതെ വന്നതോടെ തോക്കു ചൂണ്ടി മൊബൈൽ ഫോൺ പിടിച്ചുവാങ്ങുകയായിരുന്നു. തുടർന്ന് ഫോണിന്റെ ലോക്ക് നമ്പർ കൈക്കലാക്കിയ പ്രതികൾ പോലീസിൽ പരാതി നൽകിയാൽ പണി കിട്ടുമെന്ന് യുവാവിനെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി പോലീസ് പറയുന്നു. പിന്നീട് മൊബൈൽ ഫോണിലുണ്ടായിരുന്ന സ്വകാര്യ ചിത്രങ്ങൾ പ്രതികൾ യുവാവിന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇൻസ്റ്റാഗ്രാം വഴി അയച്ചു നൽകുകയും ചെയ്തു. അറസ്റ്റിലായ പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തിരൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ അനിൽകുമാർ ടി മേപ്പള്ളിയുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ സുജിത്ത, നസീർ തിരൂർക്കാട്, ASI സനോജ്, SCPOമാരായ ഇന്ദ്രജിത്ത്, ഷെമിത്ലാൽ, CPOമാരായ ടോണി, അനന്തു, ഷിൻസൻ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. കേരള വിഷൻ, തിരൂർ.